മകരസംക്രമ നാളിൽ ശബരിമല ശ്രീധർമ്മശാസ്താവിനെ ചാർത്തുവാനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്തു നിന്നും പുറപ്പെട്ടു. ഇത്തവണ കുളനട ദേവി ക്ഷേത്രത്തിലാണ് തിരുവാഭരണപ്പെട്ടി തുറന്ന് ദർശനത്തിന് വച്ചത്. ആകാശത്ത് വട്ടമിട്ട് പറന്ന ശ്രീകൃഷ്ണ പരതിനെ സാക്ഷിയാക്കി പന്തളം സാമ്പ്രക്കൽ കൊട്ടാരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പൂപ്പന്തലിൽ നിന്നുമാണ് തിരുവാഭരണങ്ങൾ അടങ്ങിയ പേടകങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്ര ഇത്തവണ ആരംഭിച്ചത്. പന്തളം കൊട്ടാരം കുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് അശൂലമായതിനാൽ വലിയ കോയിക്കൽ ക്ഷേത്രത്തിലോ കൊട്ടാരത്തിലോ പ്രത്യേക ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. തിരുവാഭരണ പേടങ്ങൾ ഇവിടെ തുറന്ന് ദർശനത്തിൽ വെച്ചതുമില്ല. ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉച്ചയ്ക്ക് 1-ന് പന്തളത്തു നിന്നും തിരുവാഭരണ പേടങ്ങൾ ശിരസിലേറ്റി പുറപ്പെട്ടു. ഇത്തവണ രാജപ്രതിനിധി ഘോഷയാത്രയെ അനുഗമിച്ചതുമില്ല. തുടർന്ന് 1.5 കിലോമീറ്റർ ഇപ്പുറം കുളനട ദേവീക്ഷേത്രത്തിലാണ് തിരുവാഭരണ പേടങ്ങൾ തുറന്ന് ദർശനത്തിന് വെച്ചത്. ഈ സമയം നിരവധി ഭക്തജനങ്ങൾ തിരുവാഭരണം കണ്ട് ദർശന പുണ്യം നേടി. കുളനടയിൽ നിന്ന് പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ ഉള്ളന്നൂർ ആറന്മുള വഴി അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലാണ് സംഘം ഇന്ന് വിശ്രമിക്കുക. ഞായറാഴ്ച പെരുന്നാട് വഴി ലാഹ വനംവകുപ്പ് സത്രത്തിലെത്തും. 3-ാം ദിവസമായ തിങ്കളാഴ്ചയാണ് കാനനപാതയായ പ്രാപ്പള്ളിയിൽ നിന്നും അട്ടത്തോട് വഴി വലിയനാട്ടവും ചെറിയനാട്ടവും കടന്ന് വൈകിട്ട് ശബരിമലയിൽ എത്തുക. അമൃത ന്യൂസ്, പത്തനംതിട്ട.